ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യ ലോകത്തിലെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരിൽ ഒരാളായ പ്രേംചന്ദിൻ്റെ ഈദ്ഗാഹ് എന്ന കഥയുടെ സ്വതന്ത്ര പരിഭാഷ. മൂലകൃതിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. സാക്ഷാത്കാരം KV രാമചന്ദ്രൻ. സംഗീത നിർവഹണം ഋത്വിക് S. ചന്ദ്. ആഖ്യാനം K. വാസന്തി, KV രാമചന്ദ്രൻ. ഈദ്ഗാഹ്. വീണ്ടും അവർ മുമ്പോട്ട് നടന്നപ്പോൾ കണ്ടത് ഹാർഡ്വെയർ സാധനങ്ങളും കൃത്രിമ ആഭരണങ്ങളും വിൽക്കുന്ന ചില കടകൾ. ആൺകുട്ടികളായ അവർക്കൊന്നും അതിലൊന്നും ഒരു താല്പര്യവും തോന്നിയില്ല. അവരെല്ലാം മുൻപോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ കണ്ട ഇരുമ്പു ചട്ടുകങ്ങളിൽ കണ്ണുടക്കിപ്പോയതുകൊണ്ട് ഹമീദ് മാത്രം അവിടെ തന്നെ നിന്നു. ഉമ്മമ്മ കല്ലിൽ ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇടുമ്പോൾ പലപ്പോഴും വിരലുകൾ പൊള്ളി അവർ കൈ പിൻവലിക്കുന്നത് അവൻ കാണാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവരുടെ വിരലുകൾ പൊള്ളി വീർത്തു. അവർക്ക് ഏതെങ്കിലും കടയിൽ ചെന്ന് അത് തിരഞ്ഞു വാങ്ങാനുള്ള സൗകര്യം ലഭിച്ചിരുന്നില്ല. തീർച്ചയായും പാവകളെപ്പോലെയല്ല ഒരു ജോഡി ചട്ടുകങ്ങൾ. തീർച്ചയായും തൻ്റെ വീട്ടിൽ അത്യാവശ്യം തന്നെയാണവ. ഹമീദ് അവിടെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. അപ്പോഴേക്കും മറ്റു കുട്ടികൾ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകളിൽ കയറി അവയിൽ ചിലത് കുടിച്ചു തുടങ്ങിയിരുന്നു. ആരും ഹമീദിനെ വിളിച്ച് അവന് വേണോ എന്ന് ചോദിച്ചില്ല. അവനാകട്ടെ വല്ലാതെ ദാഹിക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ചെറിയ വിഷമവും തോന്നി. എന്തായാലും കുറച്ചു കഴിയുമ്പോൾ ഇവർ തങ്ങളുടെ വിരസമായ കളികളിൽ കൂടാൻ തന്നെയും വിളിക്കാതിരിക്കില്ല. അപ്പോൾ അവരോട് ചെറുതായെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കാനാവില്ല. എന്താണ് സൗഹൃദമെന്നും എങ്ങനെയാണ് നല്ല കുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുന്നതെന്നും. എങ്കിലും സ്വർഗത്തിൽ നിന്ന് തനിക്കുള്ള സമ്മാനങ്ങളുമായി മടങ്ങിയെത്തുന്ന ഉമ്മയും ഉപ്പയും കൊണ്ടുവരുന്നതിൽ ചിലത് ഇവർക്കുകൂടി കൊടുക്കാതിരിക്കില്ല താൻ. കാരണം നല്ല സുഹൃത്തുക്കൾ എപ്പോഴും അത് ചെയ്തേ തീരൂ. ഹമീദ് ഹാർഡ്വെയർ ഷോപ്പിനടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. കുട്ടി, ഇതൊന്നും നിനക്കുള്ളതല്ല. അവനോടൊപ്പം മുതിർന്നവരെയും കാണാത്തതുകൊണ്ട് കടക്കാരൻ പറഞ്ഞു. എന്താ, ഇതൊന്നും വിൽക്കാനുള്ളതല്ലേ? ഹമീദും ഗൗരവത്തിലായി. പിന്നെ വിൽക്കാനുള്ളതല്ലാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവയെല്ലാം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വിൽക്കാനല്ലാതെ പിന്നെ? അങ്ങനെയെങ്കിൽ ശരി, എത്ര വിലയാണിതിന്? ഹമീദ് ഒരു ജോഡി ചട്ടുകങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ഞാനിത് നിനക്ക് 6 പൈസയ്ക്ക് തരാം, കടക്കാരൻ പറഞ്ഞു. ഹമീദിന്റെ മനസ്സു മങ്ങി. ദയവായി കുറച്ചുകൂടി കുറച്ച് പറയൂ. ഹമീദ് ശ്രമിച്ചു നോക്കി. ശരി, 5 പൈസ തന്ന് നീ ഇതെടുത്തുകൊള്ളു, കടക്കാരൻ. ഹമീദിന് കുറച്ചുകൂടി ധൈര്യമായി. താങ്കൾ എനിക്കിത് 3 പൈസയ്ക്ക് തരുമോ? ഹമീദ് കുറച്ചുകൂടി പുറകിലേക്ക് നീങ്ങി നിന്ന് ചോദിച്ചു. കടക്കാരന് ദേഷ്യം വന്ന് അയാൾ തൻ്റെ നേരെ കയ്യൂങ്ങിയാലോ? എന്നാൽ അതൊന്നും ഉണ്ടായില്ല. കടക്കാരൻ ഹമീദിനെ അടുത്തേക്ക് വിളിച്ച് അവൻ്റെ കയ്യിൽ ചട്ടുകങ്ങൾ വച്ചുകൊടുത്തു. ഹമീദിന് സന്തോഷമായി. അവൻ കടക്കാരന് നന്ദി പറഞ്ഞ് പൈസ കൊടുത്ത് ചട്ടുകങ്ങൾ രണ്ടും ഒരു തോക്കുപോലെ തോളിൽ വെച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് നീങ്ങി. മെഹസീന് അത് കണ്ട് ചിരിയടക്കാനായില്ല. ഹമീദ്, എന്തൊരു വിഡ്ഢിയാണ് നീ! ഈ ചട്ടുകങ്ങൾ കൊണ്ട് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്? മെഹസീൻ ഹമീദിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ ഹമീദിന് ഉള്ളിൽ ചിരിയാണ് വന്നത്. അവൻ മെല്ലെ തൻ്റെ ചട്ടുകങ്ങൾ തറയിലിട്ടു. മെഹസീൻ, ഇനി നീ ഇടൂ നിന്റെ ജലസേചകനെ ഇതുപോലെ. അവൻ എത്ര എല്ലുകളാണുള്ളതെന്ന് നമുക്കിപ്പോൾ തന്നെ കാണാം, ഹമീദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മെഹസിന്റെ വായ അടഞ്ഞുപോയി. എന്താണിത്? ചട്ടുകങ്ങളല്ലേ ഇത്?
ഇതെങ്ങനെ കളിപ്പാട്ടമാവും? മെഹ്മൂദ് മെഹ്സീനെ സഹായിക്കാനെത്തി. എൻ്റെ ചട്ടുകങ്ങൾ നല്ല കളിപ്പാട്ടങ്ങളുമാണ്. എനിക്കിതിനെ തോക്കായി ഉപയോഗിക്കാനാവും. അവൻ ചട്ടുകങ്ങളെ തോക്കുകളെ പോലെ തൻ്റെ തോളിൽ വെച്ച് അവരുടെ നേരെ നിവർന്നു നിന്നു. ഇനി ഞാനിതുകൊണ്ട് ഒന്ന് മുട്ടിയാലോ നിങ്ങളുടെയെല്ലാം പാവകൾ താവിട് പോലെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവും. നിങ്ങൾക്കോ എൻ്റെ ചട്ടുകങ്ങളെ ഒന്നും ചെയ്യാനുമാവുകയുമില്ല. കാരണം ഒരു കളിപ്പാട്ടമല്ല, സിംഹം തന്നെയാണിവൻ. ഹമീദ് കുറച്ചുകൂടി ഞെളിഞ്ഞു നിന്നു. അതോടെ കൂട്ടുകാർ നിശബ്ദരായി. കൂട്ടത്തിൽ ഷമ്മിക്ക് ചെറിയൊരു ബുദ്ധി തോന്നി. ഹമീദ്, എൻ്റെ ഉടുക്കിനെ നോക്ക്, എത്ര നല്ല ഒച്ചയാണിതിന്. ഇത് നീ എടുത്തുകൊണ്ട് പകരം നിന്റെ ചട്ടുകങ്ങൾ എനിക്ക് തരും, അവൻ പറഞ്ഞു. ഹമീദ് ഷമ്മിയുടെ ഉടുക്കിന് നേരെ നോക്കി. തോലുകൊണ്ടുണ്ടാക്കിയതല്ലേ ഉടുക്ക്? അതെങ്ങനെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എൻ്റെ ചട്ടുകങ്ങൾക്ക് പകരമാവും? ആകെ കൂടി ഉടുക്കിനുണ്ടാക്കാൻ കഴിയുന്നത് ഥം ഥം എന്നൊരൊച്ച മാത്രം. ഒരു തുള്ളി വെള്ളം വീണാൽ തന്നെ പൊളിഞ്ഞു പോകുമത്. എൻ്റെ ചട്ടുകങ്ങളെയാകട്ടെ വെള്ളത്തിന് പോയിട്ട് ഒരു കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാനാവില്ല, ഹമീദ് പറഞ്ഞു നിർത്തി. ഹമീദിൻ്റെ ചട്ടുകങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹീറോ ആയിരിക്കുന്നതെന്ന് എല്ലാ കൂട്ടുകാർക്കും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവർക്കെല്ലാം അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം മനസ്സിൽ വന്നു. എന്നാൽ പറഞ്ഞിട്ടെന്ത്, അവരുടെ പണമെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇരുമ്പ് കട കുറേ പിന്നിലായി കഴിയുകയും ചെയ്തു. നിരത്താണെങ്കിൽ തിളച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി തങ്ങളുടെ പിതാക്കന്മാരാരും തീർച്ചയായും ഒരു മടങ്ങിപ്പോക്കിന് തയ്യാറാവില്ല. ഹമീദ് തന്നെയാണ് ബുദ്ധിമാൻ. കയ്യിലുള്ളത് കൊടുത്ത് ഒരു ജോഡി ചട്ടുകങ്ങൾ സ്വന്തമാക്കിയതിലൂടെ അവർക്കെല്ലാം അത് ബോധ്യമായി. എങ്കിലും നിന്റെ ചട്ടുകങ്ങൾക്ക് ദിവസവും നല്ല ചൂടേൽക്കേണ്ടി വരും. അതിൻ്റെ മുഖം മുഴുവൻ ചൂടുകൊണ്ട് പൊള്ളി അടരും. വീട്ടിലേക്ക് മടങ്ങും വഴി ഒരാശ്വാസത്തിനായി മെഹസീൻ പറഞ്ഞു നോക്കി. തീയിൽ ചാടുക എന്നത് ധൈര്യമുള്ള ആണുങ്ങളുടെ പണിയാണ്. നിങ്ങളുടെ പോലീസുകാർക്കും വക്കീലന്മാർക്കും ജലസേചകർക്കുമെല്ലാം വീട്ടിലിരിക്കാനേ ആവൂ. യഥാർത്ഥ ചാമ്പ്യന്മാർക്കേ തീയിൽ ചാടാൻ കഴിയൂ. ഹമീദിന് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. മെഹമൂദും ഒന്ന് ശ്രമിച്ചു നോക്കി. വക്കീലിന് എവിടെയായാലും ഒരു കസേര കിട്ടും, പുസ്തകങ്ങൾ വയ്ക്കാൻ ഒരു മേശയും. നിന്റെ ചട്ടുകങ്ങൾക്ക് വെറുതെ അടുക്കളത്തട്ടിൽ കിടക്കാനേ ആവും, അവൻ പറഞ്ഞു. അവ വെറുതെ കിടക്കാനല്ല പോകുന്നത്. അവ വക്കീലിനെ അയാളുടെ കസേരയിൽ നിന്ന് തള്ളി താഴെയിടും. എന്നിട്ട് അതിൽ കയറി ഇരിക്കുകയും ചെയ്യും. ഇതോടെ മറ്റു കുട്ടികൾക്ക് ഹമീദിനോട് ഇനി തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ആ ശ്രമത്തിൽ നിന്ന് അവർ മെല്ലെ പിന്തിരിയുകയും ചെയ്തു. ചട്ടുകങ്ങൾ തന്നെയാണ് ചാമ്പ്യന്മാർ എന്ന് സമ്മതിക്കേണ്ടി വന്നതുകൊണ്ട്, ശരി, ഇനി നമുക്ക് നമ്മുടെ പാവകളെ കുറച്ചു നേരത്തേക്ക് നിന്റെ ചട്ടുകങ്ങളുമായി കൈമാറ്റം ചെയ്യാം എന്ന് മെഹസിൻ പറഞ്ഞു. ഇതാ ആദ്യം എൻ്റെ ജലസേചകൻ എന്ന് അവൻ തയ്യാറാവുകയും ചെയ്തു. പിന്നെ മെഹമൂദും നൂറും ഷമ്മയുമെല്ലാം തങ്ങളുടെ പാവകളെ ഹമീദിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഹമീദ് സന്തോഷപൂർവ്വം സമ്മതിച്ച് പാവകളെ ഒന്നൊന്നായി വാങ്ങി പരിശോധിച്ചു. ജലസേചകന്റെ നിർമ്മാണം എത്ര മനോഹരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഹമീദിന് മനസ്സിലായി. അതുപോലെ തന്നെ പോലീസുകാരൻ്റെയും വക്കീലിൻ്റെയും അലക്കുകാരിയുടേതുമൊക്കെ. കൂട്ടുകാരെ, ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാവകളുമായി നോക്കുമ്പോൾ എൻ്റെ ചട്ടുകങ്ങളുടെ കാര്യം അത്ര കേമമൊന്നുമല്ല. ഹമീദ് ഇപ്പോൾ സമ്മതിക്കാൻ തയ്യാറായി. എങ്കിലും ഇപ്പോൾ മറ്റു കുട്ടികൾക്കത് അത്ര വിശ്വാസം വന്നില്ല. കൂടാതെ വീടുകൾ എത്താറായിരിക്കുന്നു. അവിടെ തങ്ങളെ കാത്തിരിക്കുന്നത് ഉമ്മമാരുടെ അനുഗ്രഹങ്ങൾ മാത്രമാവില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായും ഇത്രയും പൈസയ്ക്ക് ഇതാണോ വാങ്ങി വന്നിരിക്കുന്നത് എന്നേ അവർ ചോദിക്കൂ. മെഹസിന്റെ പിതാവ് 2-3 വാഴപ്പഴങ്ങൾ നൽകിയത് അവൻ ഹമീദുമായി പങ്കുവച്ചു. 11 മണിയായിരുന്നു
അവർ ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ മൈസീനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഇളയ പെങ്ങൾ ഓടി വന്ന് ജലസേചകനെ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. പിടിവലിക്കിടയിൽ അത് താഴെ വീണു. ജലസേചകൻ എല്ലുകൾ നുറുങ്ങി അപ്പോൾ തന്നെ പരലോകം പോകി. ഇരുവരും നിലവിളിക്കുന്നത് കേട്ട് അവരുടെ ഉമ്മ വന്ന് രണ്ടുപേർക്കും ഓരോ വീക്ക് വെച്ചു കൊടുത്തു. നൂറിൻ്റെ വക്കീലിനുമുണ്ടായി അങ്ങനെ ഒരു അന്ത്യം. അവൻ തൻ്റെ വക്കീലിനെ ചുമരിൻ്റെ ഒരു തട്ടിലിരുത്തി അയാൾക്ക് വിശ്രമിക്കാനായി വിശറി കൊണ്ട് വീശിക്കൊടുക്കുകയായിരുന്നു. മുളയിലെ വിശറിയുടെ ഒരറ്റം തട്ടി താഴെ വീണ് അയാളും അപ്പോൾ തന്നെ പൊടിഞ്ഞ് പപ്പടമായി ചിതറി. ഗ്രാമസുരക്ഷയായിരുന്നുവല്ലോ മെഹ്മൂദിൻ്റെ പോലീസുകാരൻ്റെ ചുമതല. അവനും അനിയന്മാരും കൂടി അയാളെ ചുവന്ന തുണി വിരിച്ച ഒരു തട്ടിലിരുത്തി വീട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അയാളോട് ഇനി നീ നിന്റെ ഉറക്കം വിട്ടുണര് എന്നുച്ച വെച്ചു. അപ്പോഴേക്കും ഒരാളുടെ കൈ തട്ടിമറിഞ്ഞ് അയാളും സ്വർലോകം കണ്ടു. വെയിലേറ്റ് വാടിത്തളർന്നാണ് കൊച്ചു ഹമീദ് വീട്ടിലെത്തിയത്. അവനെ കണ്ട ഉടൻ തന്നെ ഉമ്മമ്മ ഓടി പുറത്തേക്ക് വന്ന് അവനെ കയ്യിലെടുത്ത് തെരുതെരെ ഉമ്മ വെച്ചു. അവൻ്റെ കയ്യിലിരിക്കുന്ന ചട്ടുകങ്ങൾ കണ്ടതോടെ എൻ്റെ കുട്ടി, എവിടുന്ന് കിട്ടി നിനക്കിത് എന്നവർ ചോദിച്ചു. ഞാൻ വാങ്ങിയതാണ് മമ്മ. എത്ര കൊടുത്തു നീ ഇതിന്? 3 പൈസ. ആമിന ഞെട്ടിപ്പോയി. എൻ്റെ കുട്ടി, 3 പൈസയോ? എന്താണ് നീ കാണിച്ചത്? നേരം എത്രയായിരിക്കുന്നു? എന്തെങ്കിലും വാങ്ങിക്കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാതെ നിന്റെ പൈസ മുഴുവനും നീ ഇതിനായി കൊടുത്തു. നിനക്ക് പറ്റിയ ഒന്നും തന്നെ കണ്ടില്ലേ നീയെ? ഹമീദ് ഒന്നു പരുങ്ങി. അല്പം പേടിച്ചും പോയി. ഉമ്മമ്മയ്ക്ക് വേണ്ടിയാണ് ഉമ്മമ്മ ഞാനിത് വാങ്ങിയത്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉമ്മമ്മയുടെ കൈ പൊള്ളുന്നത് ഞാൻ എത്ര ദിവസം കണ്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഉമ്മയുടെ ഹൃദയമുരുകി. കോപം സ്നേഹമായി രൂപാന്തരപ്പെട്ടു. പാവം കുട്ടി, എന്തൊരു മനസ്സാണ് അവൻ്റേത്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് എത്രമാത്രം വേദനിക്കുന്നു അവൻ. എത്ര വലിയ ഹൃദയമാണ് അവൻ്റേത്. മറ്റു കുട്ടികളെല്ലാം പാവകൾക്കും പലഹാരങ്ങൾക്കുമായി പണം ചിലവഴിച്ചപ്പോൾ ഇവൻ മാത്രം അതിലൊന്നും വീഴാതെ മനസ്സ് നിയന്ത്രിച്ച്. ഉമ്മമ്മയുടെ ഹൃദയം നിറഞ്ഞ് വാക്കുകൾ ഉള്ളിൽ തടഞ്ഞു നിന്നു. പിന്നെ അവർ ദുപ്പട്ട തലയിലേക്ക് വലിച്ചിട്ട് അച്ഛനമ്മമാരില്ലാതെ വളരുന്ന തൻ്റെ കുട്ടിയുടെ മേലുള്ള കരുതലിനും അവന് ലഭിച്ചിരിക്കുന്ന സദ്ബുദ്ധിക്കുമായി അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിമിഷങ്ങളിൽ താൻ ഒരു ചെറിയ കുട്ടിയും ഹമീദ് പക്വമതിയായ വലിയ ഒരു മനുഷ്യനുമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അവരുടെ മനസ്സിൽ അലയടിച്ചുയർന്ന ഈ വിധം വിചാരങ്ങൾ കുഞ്ഞു ഹമീദിന് മനസ്സിലായിട്ടുണ്ടാവുമോ? ആർക്കറിയാം.